ദൈവ തിരുനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിക്ക് എഴുതിയ 1-2 ലേഖനത്തിൽ ആദ്യ വാക്കുകളിൽ പറഞ്ഞിട്ടുള്ള അതേ ആശംസ 126-ാം മാരാമൻ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ആശംസിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവിൻ്റെയും കൽപ്പനയാൽ നിങ്ങൾക്ക് ആശംസിക്കുന്നു. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും കരുണയും സമാധാനവും. അഭിമന്യ തൈഡോഷ്യസ് മാർത്തോമ തിരുമേനി, അഭിമന്യ തിരുമേനിമാരെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ മാരാമൺ കൺവെൻഷനിൽ എക്യുമെനിക്കൽ മീറ്റിങ്ങിൽ തൃശ്ശൂർക്കാരനായ എന്നെ പ്രത്യേകം ക്ഷണിച്ച് സന്ദേശം നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ വലിയ സന്തോഷത്തോടെ തന്നെയാണ്, ഒപ്പം അല്പം ഭയത്തോടെയുമാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. 2007 ഫെബ്രുവരി മാസം 14-ാം തീയതി അന്നും എക്യുമെനിക്കൽ മീറ്റിങ്ങിന് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഏകദേശം 1,00,000-ത്തിലധികം പേര് അന്നുണ്ടായിരുന്നു. ഇന്ന് കോവിഡ് ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ ഈ മണൽത്തിട്ടയിൽ ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് സംശയമില്ല. വെല്ലുവിളികളെ സാധ്യതകളാക്കുന്നവനാണ് ദൈവം. ഈ കോവിഡ് മഹാമാരി മറ്റു പലതരത്തിൽ നമുക്ക് സാധ്യതകളാക്കി. കഴിഞ്ഞ ഡിസംബറിൽ എനിക്ക് കോവിഡ് വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ടു. ഇത് പ്രശ്നമാണല്ലോ, ഞാൻ മറ്റുള്ളവർക്ക് കോവിഡ് കൊടുക്കുമോ, ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ? പക്ഷെ അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആശുപത്രിയിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി എനിക്ക് ആൻറ്റിബോഡി കിട്ടിയെന്ന്. വെല്ലുവിളികൾ നമുക്ക് സാധ്യതകളാണ്. ഈ മണൽത്തിട്ടയിൽ 1,00,000-ത്തിലധികം പേർ വന്ന് ഇവിടെ പങ്കെടുക്കേണ്ട ഈ കൺവെൻഷനിൽ ഇന്ന് എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിൽ 1,00,000-ത്തിലധികം പേർ അല്ലെങ്കിൽ വളരെയേറെ പേർ പങ്കെടുക്കുന്നുണ്ട്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 29:11 വായിക്കുന്നത് പോലെ ദൈവത്തിന് എല്ലാ വ്യക്തികളെക്കുറിച്ചും പദ്ധതിയുണ്ട്. അത് നന്മയ്ക്കുള്ളതാണ്, ക്ഷേമത്തിനുള്ളതാണ്. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ എപ്പോഴെങ്കിലും തൃശ്ശൂർക്കാരുടെ ശൈലി ഉപയോഗിച്ചാൽ ഇടയ്ക്ക് കയറി വന്നേക്കാം, നിങ്ങൾ ക്ഷമിക്കണമേ. ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കാം, എങ്കിൽ ചിലപ്പോൾ വന്നു എന്ന് വരും. മാത്രമല്ല, കത്തോലിക്കനായി ഞാൻ കത്തോലിക്കാ സഭയുടെ പ്രാർത്ഥനാ ശൈലി, ദൈവവചനത്തിൻ്റെ ഉദ്ധരണികൾ ചിലപ്പോഴൊക്കെ ആ ശൈലി പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കണമേ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വായിക്കുന്നത് POC ബൈബിൾ ആയതുകൊണ്ട് ഉദ്ധരണികൾ അതിൽ നിന്നാകും. എങ്കിലും അർത്ഥമെല്ലാം ഒന്ന് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. ഈ മാരാമൺ കൺവെൻഷൻ 1895 ആരംഭം കുറിച്ചപ്പോൾ അത് ഏഷ്യക്ക് തന്നെ, ഭാരതത്തിന് തന്നെ, ഈ കേരളത്തിന് തന്നെ വലിയ അനുഗ്രഹമായിട്ടുണ്ട് എന്ന് നിങ്ങളും നിങ്ങളുടെ പൂർവികരും സാക്ഷികളാണ്. മാർത്തോമ ഇവഞ്ചലിസ്റ്റിക് അസോസിയേഷൻ എന്ന പേരിൽ ആരംഭം കുറിച്ചപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. തെഡോഷ്യസ് തിരുമേനി കഴിഞ്ഞ 14 ഉദ്ഘാടനം ചെയ്തു. ഇന്ന് മനോഹരമായ സന്ദേശം നൽകി. തീർച്ചയായിട്ടും ഈ സന്ദേശം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ കൺവെൻഷൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. 2 ആഴ്ച മുമ്പ് തെഡോഷ്യസ് തിരുമേനി തൃശ്ശൂർക്ക് വന്നപ്പോൾ ഞാനും എൻ്റെ സഹായമെത്രാനും കൂടി തിരുമേനിയെ കാണാനും ആശംസകൾ നേരാനും സാധിച്ച് സന്തോഷമുണ്ട്. തിരുമേനിക്ക് കത്തോലിക്കാ സഭയുടെ പേരിൽ, ഞങ്ങളുടെ അതിരൂപതയുടെ പേരിൽ ഒന്നുകൂടി എല്ലാവിധ പ്രാർത്ഥനയോട് കൂടിയ ആശംസകൾ നേരുകയാണ്. ദിവംഗതനായ മാർത്തോമ വലിയ മെത്രാപോലീത്ത ജോസഫ് മാർത്തോമ മെത്രാപോലീത്ത ഐറേനിയസ് തിരുമേനി പല പ്രാവശ്യം ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നന്ദിയോടെ
അനുസ്മരിക്കുകയാണ്, ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ക്രിസോസ്റ്റം തിരുമേനി, വലിയ മെത്രാപ്പോലീത്ത, അത് കേരളത്തിൻ്റെ പൊതു സ്വത്താണ്. ആ തിരുമേനിയെ ഇപ്പോൾ പ്രായത്തിൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിലെങ്കിലും നന്ദിയോടെ അദ്ദേഹത്തിൻ്റെ നർമ്മമുള്ള ആ വലിയ പ്രബോധനത്തെ മനസ്സിലോർത്തുകൊണ്ട് ഈ വേദിയിൽ മാരാമൺ കൺവെൻഷനിൽ എക്യുമെനിസത്തിൻ്റെ ഏറ്റവും വലിയ വക്താവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ എക്യുമെനിക്കൽ മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ എന്താണ് എക്യുമെനിസത്തിൻ്റെ പ്രസക്തി എന്ന് തേഡോഷ്യസ് തിരുമേനി സൂചിപ്പിക്കുകയുണ്ടായി. ഈ മാരാമൺ കൺവെൻഷൻ്റെ വേദിയിൽ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത, അതേ സമയത്ത് ലോകപ്രശസ്തരായ അനേകം വചനപ്രഘോഷകരോട് വന്നതായി ഞാൻ മനസ്സിലാക്കുകയാണ്. ജപ്പാനിലെ ഡോക്ടർ കഗാവ, ഡോക്ടർ സ്റ്റാൻലി ജോൺസ്, ഡോക്ടർ പോൾ റീസ്, ജോൺ ആബറ്റ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധു സുന്ദർ സിംഗ്, പഞ്ചാബുകാരനായ സാധു സുന്ദർ ഒക്കെ ഇവിടെയുണ്ട്. ദയാബായി ഇവിടെ നിന്ന് ഉണ്ടെന്ന് കേൾക്കുന്നു. ഇതുപോലെ തന്നെ പ്രവർത്തന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വലിയൊരു വ്യക്തിത്വം. ഈ എക്യുമെനിക്കൽ ചിന്തയുടെ അടിസ്ഥാനം യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. തിരുമേനി സൂചിപ്പിച്ചതുപോലെ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ രൂപീകരണവും കത്തോലിക്കാ സഭയിലെ എക്യുമെനിക്കൽ കൗൺസിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ടാം വത്തിക്കാൻ സുനദോസും ഒക്കെ സഭയുടെ ഐക്യത്തിന് വേണ്ടിയുള്ള യേശുവിൻ്റെ പ്രാർത്ഥനയുടെ പലതരത്തിലുള്ള ഫലങ്ങളാണ്. കത്തോലിക്കാ സഭയിൽ ഡിക്രി ഓൺ എക്യുമെനിസം എന്നുള്ള യൂണിറ്റാറ്റിസ് റെഡിന്തർഗാസിയോ എന്നുള്ള ഡിക്രി തന്നെ എക്യുമെനിസത്തിൻ്റെ പ്രാധാന്യത്തെ വളരെയേറെ ഊന്നി പറയുന്നതാണ്. ഏഷ്യയിലെ ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യ ആൻഡ് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഏഷ്യ, ഇതെല്ലാം ഈ മേഖലയിൽ അതിൻ്റെ ഉപവിഭാഗങ്ങളെക്കുറിച്ചാണ് തിരുമേനി തൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചത്. ഇത്തരുണത്തിൽ ജോസഫ് മാർ ഐറേനിയസ് തിരുമേനി എക്യുമെനിസവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുകയാണ്. നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം, accept what is acceptable, respect what is unacceptable. ഈ ചിന്തയോടുകൂടി തന്നെ വൈവിധ്യങ്ങളിലുണ്ടെങ്കിലും നാനാത്വത്തിലെ ഏകത്വം മനസ്സിലാക്കി യേശുവിൻ്റെ വചനം മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും ശ്രമിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇന്ന് എല്ലാ സഭകളും തന്നെ, ക്രൈസ്തവ സഭ പൊതുവായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഭാരതത്തിൽ, കേരളത്തിൽ പല തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് കുറേയേറെ ഈ പ്രതിസന്ധികൾ ഇന്ന് കാണുന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നന്മയെ തിന്മയായും തിന്മയെ നന്മയായും അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നന്മയ്ക്ക് വേണ്ടി പടപൊരുതാനുള്ള ഉത്തരവാദിത്വമാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. അതിനെന്താണ് ആവശ്യമായിരിക്കുന്നത്? നമ്മുടെ ശത്രുക്കളെ നോക്കിയാൽ വർഗീയത കൂടി വരുന്നൊരു കാലഘട്ടം, ഫണ്ടമെൻ്റലിസം, മൗലികവാദം എല്ലായിടങ്ങളിലും ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിരീശ്വരത്വവും വളർന്നുകൊണ്ടിരിക്കും. ഇത്തരുണത്തിലാണ് ദൈവവിശ്വാസം, മനുഷ്യ നന്മയിൽ ഊന്നിയ ദൈവവിശ്വാസത്തിൽ പ്രസംഗിക്കുന്ന, പ്രഘോഷിക്കുന്ന, ജീവിക്കുന്ന വ്യക്തികളുടെ ക്രൈസ്തവ സഭയുടെ ആത്മാവിനെ കണ്ടെത്തേണ്ടത്. 2017 ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ മീറ്റിങ്ങിൽ ജനീവയിൽ പോയപ്പോൾ ഈ എക്യുമെനിക്കൽ ചൈതന്യം നമുക്കുണ്ടാകണമെങ്കിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 25-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നത്, നമുക്ക് യേശു ക്രിസ്തുവിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിൽ വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്. എന്നിട്ട് അത് വിശദീകരിച്ചു പോകുന്നു. നോക്കി, നാം ഇപ്പോൾ പറയുന്ന അല്ലെങ്കിൽ ബൈബിളിൽ കാണുന്ന പല ആശയങ്ങളും ആത്മാവിൽ വ്യാപരിക്കലും ആത്മാവിൽ നടക്കുകയും ചെയ്യലാണ് എക്യുമെനിസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മളെല്ലാവരും എക്യുമെനിസത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥനയെക്കുറിച്ച് പറയാറുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 17-ാമത്തെ അധ്യായം ഉദ്ധരിക്കാതെ
എക്യുമെനിസം എന്ന വാക്ക് പോലും പറയാൻ പറ്റില്ല. കാരണം അത് യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 17-ാമത്തെ അധ്യായത്തെ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥനയ്ക്ക് 3 ഭാഗങ്ങളാണുള്ളത്. അതിലൊന്നാം ഭാഗം യേശു തനിക്ക് തന്നെ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. രണ്ടാമത്തെ ഭാഗം യേശുവിൻ്റെ തൻ്റെ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തേത് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതിൽ 21-22 വാക്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങിലും അങ്ങ് എന്നിലും ആയിരിക്കുന്നത് പോലെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വത്തിക്കാൻ സൂനകദോസിൻ്റെ ഈ എക്യുമെനിസത്തെക്കുറിച്ചുള്ള ഡിക്രിയിൽ പറയുന്നൊരു വാചകം ഞാൻ ഇത്തരുണത്തിൽ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് കത്തോലിക്കാ സഭയുടെ, നിങ്ങൾക്കറിയാം, കത്തോലിക്കാ സഭയുടെ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം, അതിന് ചുരുക്കപ്പേര് CCC എന്ന അങ്ങനെ ഒന്നുണ്ട്. അതിലും ഇത് തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ് 822 സഭയ്ക്ക് വേണ്ടിയുള്ള മിശിഹായുടെ പ്രാർത്ഥനയിലും പിതാവിന് നമ്മോടുള്ള സ്നേഹത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും നമ്മുടെ സർവ പ്രത്യാശയും അർപ്പിക്കുന്നു. എന്ന് വെച്ചാൽ യേശുവിൻ്റെ പ്രാർത്ഥന സഭയ്ക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനം പിതാവിന് നമ്മോടുള്ള സ്നേഹമാണ്. അതിന് നമുക്ക് ശക്തി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതിന് നമ്മെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എക്യുമെനിസം പ്രാവർത്തികമായി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവത്തിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? സഹസ്രനാമങ്ങൾ എന്നൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. യേശുവിൻ്റെ സഹസ്രനാമം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള സഹസ്രനാമം, ഞങ്ങളുടെ രൂപതയിൽ മരിച്ചുപോയൊരച്ഛൻ യേശുവിനെക്കുറിച്ചുള്ള സഹസ്രനാമങ്ങളുടെ പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്ക്, ദൈവത്തെക്കുറിച്ചുള്ള വിശേഷത്തിൽ ഏറ്റവും നല്ല വിശേഷണം ഏതാ? ദൈവം ഒന്നാകുന്നു നമ്മളെല്ലാം പറയും. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട, ഞാൻ അങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ടത് പറയാലോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ദൈവത്തിൻ്റെ വിശേഷം ദൈവം ഒരു കുടുംബമാണെന്ന്. ദൈവം കുടുംബമാണ്. കുടുംബജീവിതം നയിക്കുന്നവർക്ക് അത് കേട്ടപ്പോൾ ഏറ്റവും ഇഷ്ടമായി. കാരണം കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക ത്രിത്വമാണ്. ദൈവം ഒരു കുടുംബമാണ്. ഇത് പറയാൻ കാരണം ദൈവം ഏകാധിപതിയല്ല, ഓട്ടോക്രാറ്റല്ല. ദൈവം എന്ന് പറഞ്ഞാൽ 3 വ്യക്തികൾ പരസ്പരം സ്നേഹിക്കലാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ, പ്രത്യേകിച്ച് 16-ാമത്തെ വാക്യത്തിലും മറ്റുമൊക്കെ ദൈവത്തെ വിളിക്കുന്നത് ദൈവം സ്നേഹമാകും. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നവൻ സ്നേഹത്തിലും വസിക്കുന്നു എന്നെല്ലാം യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും നിങ്ങളുടെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഛായ എന്നിലും നിങ്ങളിലും മനുഷ്യനിലുണ്ടെങ്കിൽ മനുഷ്യനിൽ കാണുന്ന നന്മയുടെ പൂർണ്ണത ദൈവത്തിലുണ്ടാകും. ലോജിക്ക് ശരിയല്ലേ? മനുഷ്യൻ ആരാണ്? ഹൈഡഗർ പറയുന്നത് പോലെ ബീയിങ് ഈസ് ബീയിങ് വിത്ത്, ബീയിങ് ഈസ് ബീയിങ് ഫോർ. ആയിരിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ ആയിരിക്കലാണ്. ആയിരിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടിയായിരിക്കലാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കലാണ്. മനുഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് കൂടെ ആയിരിക്കലാണ്. ആ മനുഷ്യരായിരിക്കുന്നത് ദൈവത്തോടു കൂടെ ആയിരിക്കലാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടായ്മയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷണം. ഐക്യമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വിശേഷണം. ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് സ്നേഹം എന്ന് പറഞ്ഞാൽ, യേശു പറഞ്ഞു ആ സ്നേഹം, ഏറ്റവും നല്ല സ്നേഹത്തെക്കുറിച്ചുള്ള, നിങ്ങൾക്കറിയാം, ബൈബിളിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും അറിയാം, 3 ഗ്രീക്ക് വാക്കുകൾ ഉപയോഗിക്കുന്നു. ഈറോസ്, ഫീലിയ, അഗാപ്പെ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും നല്ല വിശേഷണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ 34-35 വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകും. പണ്ട് കേട്ടിട്ടുണ്ട്, നീ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ വെറുക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുവിനെ സ്നേഹിക്കുക.
എല്ലാവരും സ്നേഹിക്കുക. സ്നേഹമാണ് പൗലോസ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 13-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ വായിക്കുന്ന പോലെ സ്നേഹമാണ് സർവോത്കൃഷ്ടം. വിശ്വാസം, ശരണം, സ്നേഹം. സ്നേഹമാണ് സർവോത്കൃഷ്ടം. ദൈവം സ്നേഹമാണ്. സ്നേഹമാകുന്നത് കൊടുക്കുമ്പോഴാണ്. പിതാവ് നമ്മുടെ പൗലോസ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യമാണ് ഏറ്റവും മനോഹരമായ ആശീർവാദ പ്രാർത്ഥന. എനിക്ക് തോന്നുന്നു മാർ തോമസ് സഭയുടെ ആരാധനാക്രമത്തിലും ആ ആശീർവാദ പ്രാർത്ഥന തന്നെയാണ് ഉള്ളത്. കൊരിന്ത്യക്കാർക്ക് 2 കൊരിന്ത്യർ 13:13 നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും. ഈ സ്നേഹം, പിതാവിൻ്റെ സ്നേഹമാണ് യേശു. യോഹന്നാൻ സുവിശേഷകൻ 3-ാം അധ്യായം 16-ാം വാക്യം യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായി നമ്മൾ എന്നും ആവർത്തിക്കുന്നതാണ്. തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതന നൽകാൻ തക്കവിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചുവെങ്കിൽ സ്നേഹം കൊടുക്കുന്നതാണ്. പിതാവിൻ്റെ സ്നേഹം കൃപയായി പുത്രനിലൂടെ നമുക്ക് നൽകിയതാണ് യേശു ക്രിസ്തു എന്ന മനുഷ്യാവതാരത്തിലെ ഈശോ. സ്നേഹം കൊടുക്കുന്നതാണ്. എൻ്റെ സഹായം എത്താനായിട്ടുള്ള അഭിമന്യ ടോണി നീലങ്കാവിൽ പിതാവ്, അദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ തീസിസ് ഒരു ഗ്രീക്ക് വാക്കുമായി ബന്ധപ്പെട്ടതാണ്. അതിങ്ങനെയാണ്, പെരിക്കുരോസിസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദൈവത്തിൻ്റെ ത്രിത്വത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ളതാണത്. എന്താണ് ത്രിത്വം? 3 വ്യക്തികൾ കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. പിതാവ് പുത്രന്, പുത്രൻ പരിശുദ്ധാത്മാവിന് ത്രിത്വം. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 14:26 പറയുന്നത്, എൻ്റെ പിതാവ് ഞാൻ വഴി അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്, ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല. അപ്പോൾ ഈ കൊടുത്തുകൊണ്ടിരിക്കൽ സ്വീകരിക്കുമ്പോൾ കുറയുന്നുമില്ല, കൂടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ സ്നേഹം ദാനം സ്വീകരണത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കുന്നു. അങ്ങനെ 3 വ്യക്തികൾ കൂടി വേർതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒന്നാകുന്നതാണ് ദൈവം ത്രിത്വം. അതുകൊണ്ട് യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥന ഇപ്രകാരമാണ്. യോഹന്നാൻ സുവിശേഷത്തിലെ പ്രത്യേകിച്ച് 17-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു. 10-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. 14-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു, എന്നെ കേൾക്കുന്ന എൻ്റെ വചനങ്ങൾ എൻ്റേതല്ല, എൻ്റെ പിതാവിൻ്റേതാണ്. ഈ ഒരു ഐഡൻറ്റിറ്റി, ഞാനും എൻ്റെ പിതാവും എൻ്റെ പിതാവ് ഞാൻ വഴി അയക്കുന്ന സഹായകനും ഒന്നാണ്. അപ്പോൾ നമ്മൾ ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം പരിശുദ്ധ ത്രിത്വമാണ് എന്നുള്ള ബോധ്യത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ മാർ തോമസ് സഭയിലും നടത്തുന്ന പ്രാർത്ഥന ഏതാ? ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മാർ തോമസ് സഭയിൽ അറിയാതെ ഏറ്റവും കൂടുതൽ നടത്തുന്ന പ്രാർത്ഥന ഏതാ? ത്രിത്വത്തിൻ്റെ സ്തുതിയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. ഈ നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. എല്ലാ പ്രാർത്ഥനകളുടെയും ഒരു തരത്തിൽ അവസാനം വരുന്നത് ഈ ത്രിത്വവുമായി ബന്ധപ്പെട്ട സ്തുതിയാണ്. ഇതാണ് എക്യുമെനിസത്തിൻ്റെ മാത്രമല്ല ക്രൈസ്തവ ജീവിതത്തിൻ്റെ എല്ലാം അടിസ്ഥാനം. യോഹന്നാൻ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തിലെ 23-ാമത്തെ വാക്യം ഫ്രാൻസിസ് മാർപ്പാപ്പ പല പ്രാവശ്യം ഉദ്ധരിക്കുന്നതാണ്. ഞാനും പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയിലെ ആദ്യ കുർബാന സ്വീകരണം, സ്ഥൈര്യലേപനം, മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ വാക്യം ഉദ്ധരിക്കും. അതിപ്രകാരമാണ്, നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവന് സ്നേഹിക്കുകയും, പിന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്, നമ്മിൽ ദൈവം വസിക്കുന്നു എന്നുള്ളതും, ഈ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം സ്നേഹത്തിൻ്റെ കൽപ്പനയുമായി ദാനം പരസ്പരം കൊടുക്കലായി പരസ്പരം ഐക്യപ്പെട്ട് ഒന്നായി നമ്മിൽ വസിക്കുന്നതാണ്. ഞാനും ദൈവവും ഒന്നാണ്, ആ ദൈവം എന്നിൽ വസിക്കുന്നു. ഈ ചിന്തയിൽ നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് യേശു അതിമനോഹരമായ ഉദാഹരണം യോഹന്നാൻ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ താഴ്ത്തലും ശിഖരവും
അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? താഴ്ത്താണ്. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, 3-4 വാക്യങ്ങൾ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് ഈ എക്യുമെനിക്കൽ ചിന്തയുണ്ടാകണമെങ്കിൽ ദൈവം കുടുംബമാണെന്നും ആ കുടുംബം ഒന്നാണെന്നും 3 വ്യക്തികൾ ഒരു സ്വഭാവമായി ഒന്നായി തീരലാണ്, വേർതിരിക്കാൻ പറ്റാത്ത. അതാണോ ദൈവം ഏകനാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഈ ഐക്യമാണ് മനുഷ്യ ജീവിതത്തിന് ഉദാത്തമായിരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് എക്യുമെനിക്കൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്നേഹം എല്ലാം ജനിപ്പിക്കുന്നത്. എവിടെയൊക്കെ സ്നേഹമുണ്ടോ, സ്നേഹം അത് ജനിപ്പിക്കുന്നതാണ്. സൃഷ്ടിയെക്കുറിച്ച് ദൈവം 3 വ്യക്തികൾ കൂടി സ്നേഹിച്ചതാണ്. ആ സ്നേഹമാണ് ജനിപ്പിച്ച സൃഷ്ടിയുടെ അടിസ്ഥാനം. ആ സൃഷ്ടിയുടെ തന്നെ ഉദാത്തമായ സൃഷ്ടിയായ മനുഷ്യൻ്റെ ഈ ദൈവത്തിൻ്റെ ഛായയിൽ നൽകിയതിൻ്റെയും അടിസ്ഥാനം. ദൈവം സ്നേഹിച്ചതാണ് മനുഷ്യനായതിൻ്റെ രൂപം. പക്ഷെ ആ മനുഷ്യന് ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് പോലെ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ആ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചതാണ്, ദൈവത്തെ വേണ്ടെന്ന് വെച്ചതാണ് ഏറ്റവും വലിയ പാപവും. ഈ അവസരത്തിൽ യേശു നൽകിയ ഐക്യത്തിന് നൽകിയ, സഭയുമായി ബന്ധപ്പെട്ട് ഐക്യത്തിന് നൽകിയ 4 പ്രതീകങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബൈബിളിൽ കാണുന്ന സഭയുടെ ഐക്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ 4 പ്രതീകങ്ങളുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായത്തിൽ യേശു പറയുന്നു, ഞാൻ ഇടയനാണ്, നിങ്ങൾ അജഗണമാണ്. 8 വിശേഷണങ്ങളാണ് ആ നല്ല ഇടയനെക്കുറിച്ച് യേശു അവിടെ പറയുന്നത്. പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ ഇടയൻ കാണാതെ പോയ ആടിനെ കണ്ടെത്തി തോളിലേറ്റുന്നത് കൂടി അതിൽ കൂടുതലുണ്ട്. ഇടയൻ ആടുകളെ അറിയുന്നു, പേര് ചൊല്ലി വിളിക്കുന്നു, നല്ല മേച്ചിൽ പുറത്തേക്ക് അയക്കുന്നു, കാണാതെ പോയ അന്വേഷിച്ച് കണ്ടെത്തി തോളിലേറ്റുന്നു, അവയ്ക്ക് വാതിലായിക്കൊണ്ട് ചെന്നായ്ക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു, പിന്നെ ഈ ആലയിൽ പെടാത്ത ആടുകളെയും കൊണ്ടുവരുന്നു, അവസാനം ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു, ബലി അർപ്പിക്കുന്നു. അതാണ് യേശു നല്ല ഇടയനാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ കാണുന്ന പോലെ യേശുവിനെ പരിചയപ്പെടുത്തിയത്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാടിനെ പോലെ ബലിയർപ്പിച്ച് ലോകത്തിൻ്റെ മുഴുവൻ പാപപരിഹാരമാക്കി ഉടനെ തന്നെ മനുഷ്യനെ ദൈവവുമായി രമ്യപ്പെടുത്താനുള്ളവനാണ് ഇടയൻ. യേശുവാകുന്ന ഇടയനോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ ഈ ഐക്യത്തിൻ്റെ വക്താക്കളാണ്. ആടുകൾക്ക് വ്യത്യസ്തതകളുണ്ടാകാം, പക്ഷേ ഇടയൻ്റെ സ്വരം കേൾക്കണം, അവൻ നയിക്കുന്നിടത്തേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ സഭയുടെ ഐക്യമുണ്ടായി. 2-ാമത്തെ വിശേഷണം യേശു തന്നെ യോഹന്നാൻ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ പറയുന്ന തായ്തണ്ടും ശിഖരവും. യേശുവാകുന്ന ആ തായ്തണ്ടിൽ നമ്മൾ ഓരോരുത്തരുമാകുന്ന ശിഖരങ്ങൾ. ആ ശിഖരങ്ങൾക്ക് ചെറിയ വ്യത്യസ്തതകളുണ്ടാകാം. നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ ഈ തായ്തണ്ടിൽ നിന്ന് വളവും ജലവും സ്വീകരിച്ചില്ലെങ്കിൽ ശിഖരം വളരില്ല. തായ്തണ്ടിൽ നിൽക്കാതെ വളരാൻ ഇത്തിക്കണ്ണികളാകുന്നുണ്ടെങ്കിൽ അത് വെട്ടിയെറിയേണ്ടി വരും. നമുക്കാവശ്യമായിരിക്കുന്നത് യേശുവിനോട് ചേർന്ന് നിൽക്കണം. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാനും നിങ്ങളിലും വസിക്കുമെന്ന് 15-ാമത്തെ അധ്യായത്തിൽ 3-4 വാക്യങ്ങളിൽ പറയുന്നു. 3-ാമത്തേത് പൗലോസ് ലീഗ കൊരിന്ത്യക്കാർക്ക് 1-ാം ലേഖനത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ അതിമനോഹരമായി തന്നെ പറയുന്നു, യേശു ശിരസ്സാണ്, നമ്മൾ യേശുവിൻ്റെ അവയവങ്ങളാണ്. ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുവാകുന്ന ശിരസിനോട് നാം ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. അവയവങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിലും വ്യത്യസ്ത ദൗത്യങ്ങളുണ്ടെങ്കിലും ശിരസിനോട് ചേർന്ന് നിന്നാൽ ഭയപ്പെടേണ്ടതില്ല. 4-ാമത്തേത് എഫീസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 20, 21, 22 വാക്യങ്ങളിലുള്ളതാണ്. അവിടെ പറഞ്ഞു, യേശുവാണ് മൂലക്കല്ല്, അപ്പസ്തോലന്മാരാണ് അടിത്തറ, അതിമേൽ പണിയപ്പെട്ട ഭവനമാണ് സഭ. ഈ പണിയപ്പെടുന്നത് ഈ അപ്പസ്തോലന്മാർ അടിത്തറ പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ടതാണ് സഭ. ഇന്ന് കൺവെൻഷൻ്റെ
ഗാനത്തിൽ വളരെ മനോഹരമായ ആത്മാവിനെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് അതിമനോഹരമായ ഗാനം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഗായക സംഘത്തോട് പറയാനുള്ളത്, നിങ്ങളുടെ പാട്ട് വളരെ സൂപ്പറാണ്, എനിക്കത് കിട്ടിയാൽ കൊള്ളാതുണ്ട്. ഈ എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും നമ്മെ കാത്തിടുന്ന യഹോവയായ ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചുള്ള ഗീതം. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടാത്ത സഭയൊന്നും സഭയല്ല. അതുകൊണ്ട് ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഉണ്ടാകേണ്ട ചിന്ത ഈ പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടുന്നതാണോ അല്ലയോ എന്നാണ്. നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, യേശുവിൻ്റെ ഈ ഐക്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഫലമണിയണമെങ്കിൽ, ഇഫക്റ്റീവ് ആകണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ജീവിത വിജയത്തിന് 3 കാര്യങ്ങൾ ആവശ്യമാണെന്ന് എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും പറയും. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് അധ്യാപകർ എല്ലാവരോടും പറഞ്ഞതാണ്, ഇത് എല്ലാ നേതൃത്വ ശുശ്രൂഷയിലുള്ള എല്ലാവർക്കും ബാധകമാണ്. വിഷൻ, മിഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. ദർശനം, ലക്ഷ്യബോധം, പ്രതിബദ്ധത. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ആത്മബോധം, ലക്ഷ്യബോധം, പ്രതിബദ്ധത എന്നൊക്കെ. താൻ ആരാണെന്ന്, താൻ എന്തിനാണ് മനുഷ്യനായതെന്ന്, എങ്ങനെയാണ് തൻ്റെ ദൗത്യം നിർവഹിക്കേണ്ടതെന്ന് ഏറ്റവും അതിമനോഹരമായ രീതിയിൽ ആത്മബോധമുണ്ടായിരുന്ന ദർശനം, തന്നെക്കുറിച്ചും തൻ്റെ ദർശനത്തെ, തൻ്റെ സഭയെക്കുറിച്ചും തൻ്റെ ശിഷ്യരെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുമുള്ള ഏറ്റവും നല്ല ദർശനം നൽകിയത് ചരിത്രത്തിൽ യേശുവാണ്. ഈ മാരാമൺ കൺവെൻഷൻ്റെ ദർശനം എന്താ? ഇവിടെ ഇരിക്കുന്ന തെയോഡോഷ്യസ് തിരുമേനിയുടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ദർശനം എന്താ? ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും ലക്ഷ്യവും എന്താ? എക്യുമെനിസത്തെക്കുറിച്ചും വ്യക്തമായ ദർശനം നമുക്കുണ്ടാകും. ജീവിതത്തെക്കുറിച്ചുള്ള ദർശനമുണ്ടാകും. ദർശനമുള്ളവർക്ക് ലക്ഷ്യബോധമുണ്ടാവും. ആ ലക്ഷ്യബോധം, എന്തിനാണ് മനുഷ്യൻ ജീവിക്കുന്നത്, എന്തിനാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് എല്ലാ ദാർശനികരും ഉത്തരം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചിലർക്ക് എന്തിനാ ജീവിക്കണേ, എന്തിനാ ജീവിക്കുന്നേ? ഉടനെ തന്നെ നീ ആരാണെന്ന് നീ നിന്നെക്കുറിച്ച് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിന് ലക്ഷ്യബോധമുണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് പ്രാപിക്കാനുള്ള പ്രതിബദ്ധത, കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും. മനുഷ്യനെക്കുറിച്ചുള്ള ദർശനം എന്താ? ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വാക്യത്തിൽ, ഇവിടെയും ലൻഡ് ആരംഭിക്കുമ്പോൾ ഈ വിഭൂതിയൊക്കെ ഉണ്ട്. ചാരംപൂശലൊക്കെ ഉണ്ടോ മാർത്തോമ സഭയിൽ? ഇല്ല. കത്തോലിക്ക സഭയിലുണ്ട്. സീറോ മലബാറുകാർ അത് തിങ്കളാഴ്ച ആചരിക്കുന്നു. കാരണം 40 ദിവസത്തെ ഉപവാസമാണ്. ആ 40 ദിവസത്തെ ഉപവാസത്തിൽ 7 ഞായറാഴ്ചയും പെസഹദിനങ്ങളായ വ്യാഴം, വെള്ളി, ശനി മാറ്റി വയ്ക്കുമ്പോൾ ബാക്കി 40 ദിവസം ഉദ്ധരിക്കുന്നു. ലത്തീൻകാർ വലിയ ആഴ്ചയെ, ഓശാന മുതലുള്ള ആഴ്ചയെ അതൊരു യൂണിറ്റായിട്ട് കാണുമ്പോൾ ബാക്കി 40 ദിവസത്തിന് വേണ്ടിയാണ് ബുധനാഴ്ച തുടങ്ങുന്നത്. അപ്പോൾ അത് ദൈവശാസ്ത്രപരം, ആരാധനാക്രമ ദൈവശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. ആ ചാരം പൂശുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ തിങ്കളാഴ്ച നടത്തിയതാണ്. മനുഷ്യ നീ, അത് ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 19 എൻ്റെ ഓർമ്മ. അതിൽ പറയുന്നു, മനുഷ്യ ആദത്തെയും ഹവ്വായും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, ശിക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവസാനത്തിൽ നീ മണ്ണാവുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും, നീ പൊടിയാ. മനുഷ്യൻ ആത്യന്തികമായ ആരാ? മണ്ണാണ്, പദാർത്ഥമാണ്, മാറ്ററാണ്. ഉൽപ്പത്തി 2:7 കാണും. പക്ഷേ ആ 2:7 തന്നെ കാണുന്നുണ്ട്, ആ പദാർത്ഥത്തിൽ, മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച പദാർത്ഥത്തിൽ ദൈവം ജീവശ്വാസം കൊടുത്തു. ആ ജീവശ്വാസമുള്ള, ജീവനുള്ള പദാർത്ഥത്തെ വിളിക്കുന്ന പേരാണ് ജീവി, ജന്തു, മൃഗം. ഞാനും നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ അല്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കണ്ട? മൃഗത്തിൻ്റെ തൃഷ്ണങ്ങളായ ഭക്ഷിക്കണം, കുടിക്കണം, പിന്നെ എന്താണ്, വിശ്രമിക്കണം. 3-ാമത് എന്താണ്, രമിക്കണം, ലൈംഗികത. 4-ാമതാണ് പിടിച്ചടക്കണം, കാടിൻ്റെ നിയമം. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്.
പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ തൻ്റെ സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി 2:17 വായിക്കുന്ന പോലെ അവനെ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഇതാണ് നന്മ, ഇതാണ് തിന്മ. നീ നന്മയുടെ വൃക്ഷത്തിൽ സ്വീകരിച്ചാൽ നീ ജീവിക്കും, തിന്മ നീ സ്വീകരിച്ചാൽ നീ മരിക്കും. അതുകൊണ്ട് അവന് ബുദ്ധി കൊടുത്തു, അറിവ് കൊടുത്തു, അവന് സ്വാതന്ത്ര്യം കൊടുത്തു. അതുകൊണ്ട് മനുഷ്യൻ ബുദ്ധിയുള്ള മൃഗമായി. ഈ യുക്തിവാദികളൊക്കെ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ നിർത്തുക. നിരീശ്വര ദൈവത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ മനുഷ്യനെക്കുറിച്ചുള്ള ദർശനത്തിൽ ഇവിടെ നിർത്തുക. ഇത്രയേ ഉള്ളൂ. ബുദ്ധിയുള്ള യുക്തിയും ബുദ്ധിയുള്ള മനുഷ്യനാ. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഉൽപ്പത്തി 1:26 വായിക്കുന്ന പോലെ മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഈ 4ാമത്തെ വിശേഷണം, അതാണ് മനുഷ്യൻ്റെ ആത്മാവ്. മനുഷ്യനിൽ ദൈവികതയുണ്ട്, ദൈവാത്മാവുണ്ട്. കൊരിന്ത്യക്കാർക്ക് 1:3-14 വായിക്കുന്നത് ദൈവം നിന്നിൽ വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെക്കുറിച്ചുള്ള ദർശനത്തിൽ ഈ ദൈവമാണ് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗം. ദൈവമില്ലാത്ത ഐഡൻറ്റിറ്റി മനുഷ്യനെക്കുറിച്ചുള്ള തന്മയെക്കുറിച്ച് തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കുക. അങ്ങനെ ദൈവം മനുഷ്യനില്ലെങ്കിൽ, ദൈവത്തെക്കുറിച്ചുള്ള ബോധം മനുഷ്യനില്ലെങ്കിൽ പിന്നെ കാടിൻ്റെ നിയമമാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഈ ലോകത്തിലെ സുഖസൗകര്യാദികൾ മാത്രം മതി. മനുഷ്യാദി മണ്ണാകുന്ന 6 അടി മണ്ണോടുകൂടി തീരുന്ന ജീവിതമാണെങ്കിൽ ഇവിടെ നീ തിന്നുക, കുടിക്കുക, സുഖിക്കുക. എപ്പിക്യൂരിയനിസം, അതല്ലേ ചർവാകന്മാർ പറഞ്ഞത്? നിന്റെ ജീവിതം ഈ 6 അടി മണ്ണോട് കൂടി തീരുന്ന, അതുകൊണ്ട് ഇവിടെ വരെ മതി, ഇതിൻ്റെ അപ്പുറത്ത് വേണ്ട, ഇവിടെ സുഖിക്കുക. എന്നാൽ നിന്റെ ജീവിതം ഇവിടെ തീരുന്നതല്ല. അതുകൊണ്ടാണ് എന്തിനാ നീ ജീവിക്കുന്നത്? യോഹന്നാൻ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. ഞാനായിരിക്കുന്നത് എവിടെയാ? തോമാസ് ലീഹ ചോദിച്ചു, ഞാൻ എവിടെ? പിതാവ്, നീ എവിടേക്കാ പോണേന്ന് അറിയില്ല, പിന്നെയാണ് വഴി അറിയുക. അപ്പോഴാണ് യേശു പറഞ്ഞത്, ലക്ഷ്യം, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ മണ്ണോടുകൂടി മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞുകൂടെ അവസാനിക്കുന്നതല്ല. നിന്നിൽ ദൈവത്തിൻ്റെ ഛായ, ആത്മാവുണ്ട്. അതുകൊണ്ട് നീ വിലയം പ്രാപിക്കേണ്ടത് പിതാവിൻ്റെ ഭവനത്തിലാണ്. തോമസ് ലീഹ ചോദിച്ചു, വഴി എങ്ങനെയാ? യേശു പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. മാർത്തോമ സഭയിൽ പണ്ട് പറയാറുണ്ടോയെന്ന് അറിയില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞു അവരൊരു മാർഗക്കാരനാണ്. ഇവിടെ പറയാറുണ്ടോ? മാർഗക്കാരൻ, മാർഗവാസി, പണ്ടത്തെ ഭാഷയാണ് ഇല്ലേ? അവനൊരു മാർഗക്കാരനാ. എന്നുവെച്ചാൽ ഈ അടുത്ത് മാർഗം കൂടിയവനാ, ഒരു മാർഗവാസിയാ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ കേണ അതൊരു മാർഗക്കാരൻ, കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ സഭയിലുണ്ടെന്ന്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക്, എന്നെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്, ഞാനൊരു മാർഗക്കാരനാ. എന്നെ നിങ്ങൾ വിളിക്കാൻ ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്നെക്കുറിച്ചുള്ളൊരു വിശേഷണം, ഞാനൊരു മാർഗവാസിയാണ്. യേശുവാണ് മാർഗം. ആ യേശുവിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവനാണ് മാർഗക്കാരൻ. അത് വിളിക്കാൻ നിങ്ങൾക്ക് പേടിയില്ല. യേശുവിൻ്റെ മാർഗത്തിൽ വസിക്കുന്നവനാണ് മാർഗവാസി. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരല്ലേ? എനിക്കും നിങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഐക്യത്തിൻ്റെ മാർഗം, ഐക്യത്തിൻ്റെ ലക്ഷ്യം നേടാനുള്ള പ്രധാന മാർഗം യേശുവാകുന്ന മാർഗത്തിൽ വസിക്കുകയും ചരിക്കുകയും ചെയ്യുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ആ യോഗത്തിൽ പോയപ്പോൾ പറഞ്ഞു, അതുപോലെ തന്നെ അത് ആവർത്തിച്ചുകൊണ്ട് ഈ 2021 നോമ്പ് കാലത്തിന് നൽകിയിട്ടുള്ള ഒരു സന്ദേശത്തിൽ പറയുകയുണ്ടായി, നമുക്കിപ്പോൾ ജെറൂസലത്തേക്ക് പോകാം. മത്തായി 20:18 അവിടെ ചെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ കാലഘട്ടത്തിൽ, നോമ്പ് കാലത്തിൽ ചെയ്യേണ്ടത് നിൻ്റെ വിശ്വാസത്തെ, നിൻ്റെ പ്രത്യാശയെ, നിൻ്റെ സ്നേഹത്തെ നീ നവീകരിക്കുക. അതാണ് നോമ്പ് കാലത്തിൻ്റെ ചൈതന്യമായി പറഞ്ഞത്. കാരണം റോമ 5:5 വായിക്കുന്ന പോലെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം വെളിപ്പെടുത്തിയതിനെ നാം സ്വീകരിക്കില്ല. എന്താണ് വിശ്വാസം? പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ദൈവം സ്വയം വെളുത്തുന്നത് അതിന് മനുഷ്യൻ നൽകുന്നത് പ്രത്യുത്തരമാണെന്ന്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യുത്തരമാണെന്ന്. അതുപോലെ തന്നെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ 11:1 വായിക്കുന്ന പോലെ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്തതുണ്ടെന്നുള്ള ബോധ്യവുമൊക്കെയാണ്. അങ്ങനെ വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 1:1 വായിക്കുന്നുണ്ട്,
പൂർവ്വകാലങ്ങളിൽ ദൈവം പ്രവാചകന്മാർ വഴി പലതരത്തിൽ പല രീതിയിൽ വെളിപ്പെടുത്തി. എല്ലാ മതങ്ങളിലും എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാരൊക്കെ വെളിപ്പെടുത്തി. എന്നാൽ ഈ അവസാന കാലത്ത് എബ്രായർ 1:1 തൻ്റെ ഏകജാതനിലൂടെ വെളിപ്പെടുത്തി. അതുകൊണ്ട് സത്യത്തെ അറിയാനായിട്ട് 3 മാർഗങ്ങളുണ്ട്. ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിയണേ? ഞാനിവിടെ ഉണ്ടോ? മായയാണോ? ചിലർക്ക് പറയുന്നുണ്ട് എല്ലാം മായ. ഞാനിവിടെ നിൽക്കുന്നു, സംസാരിക്കുന്നത് സത്യമാണോ അച്ഛാ? സത്യം തന്നെയല്ലേ? എങ്ങനെയാണ് അതറിയുന്നത്? സത്യത്തെ അറിയാനുള്ള ഒന്നാമത്തെ മാർഗം എന്നെ കാണുന്നു, കേൾക്കുന്നു, അല്ലേ? പഞ്ചേന്ദ്രിയങ്ങളാണ് സത്യം അറിയാനുള്ള ഒന്നാമത്തെ മാർഗം. സത്യം അറിയാനുള്ള രണ്ടാമത്തെ മാർഗമാണ് ബുദ്ധി, യുക്തി, ശാസ്ത്രം. പക്ഷെ സത്യം അറിയാനുള്ള ഒരു മൂന്നാമത്തെ മാർഗമുണ്ട്. ആ മാർഗത്തിൽ വിശ്വസിക്കാതെ പൂർണ്ണ സത്യത്തെ അറിയില്ല. ആ മൂന്നാമത്തെ മാർഗമാണ് സത്യത്തിൻ്റെ പൂർണ്ണതയായ ദൈവത്തിൻ്റെ വെളിപാട്. അതാണ് ദൈവവചനം. അതുകൊണ്ട് ഐക്യമുണ്ടാകണമെങ്കിൽ, സത്യം അറിയണമെങ്കിൽ, സ്നേഹമുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വെളിപാട്, ദൈവവചനം, ആ തിരുവചനം അറിയാതെ സത്യം അറിയാനാവില്ല. അതുകൊണ്ട് യേശു പറഞ്ഞ ഒരു പുതിയ കൽപ്പന ഈ ദൈവത്തിൻ്റെ വചനത്തിൽ സ്വീകരിക്കലാണ് നമ്മുടെ സത്യമറിയുകയും യേശുവിനെ അനുഗമിക്കുകയും ഐക്യമുണ്ടാകുമുള്ള മാർഗം. യേശു എന്തിനാണ് ഈ ഭൂമിയിൽ അവതീർണനായത് എന്ന് ചോദിച്ചാൽ, എന്തിനാണ് യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം എന്ന് പറയുന്ന മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യമാണ്. സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലും കുടുംബത്തിലും എൻ്റെ നാട്ടിലും ഈ മാരാമണിലും ദൈവരാജ്യം സ്ഥാപിക്കാനാ. ദൈവത്തിൽ നകന്ന മനുഷ്യനെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് യേശുവിൻ്റെ മനുഷ്യാവതാര ലക്ഷ്യം. അതുകൊണ്ടാണ് തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ ഏകപുത്രനെ സ്നേഹത്തിൻ്റെ ഫലമായിട്ട് അയച്ചത്. ഈ ദൈവരാജ്യം സ്ഥാപിക്കണമെങ്കിൽ ഈ മാരാമൺ കൺവെൻഷൻ്റെ വചന പ്രഘോഷണത്തിൻ്റെ ലക്ഷ്യം എന്താ? ദൈവരാജ്യ സ്ഥാപനമാണ്. ഈ ഭൂമിയെ ദൈവരാജ്യമാക്കില്ല. ആ ദൈവരാജ്യ സ്ഥാപനമാക്കണമെങ്കിൽ 2 നിബന്ധനകളാണ് മാർക്കോസ് 1:15 പറഞ്ഞത്. എന്താണ് ദൈവരാജ്യമാകണ 2 നിബന്ധനകൾ? 1 അനുദപിക്കണം, 2 സുവിശേഷത്തിൽ വിശ്വസിക്കണം. അതിന് നിങ്ങൾ ബൈബിളിൽ എങ്ങനെയാണ് ഇത് തന്നെയല്ലേ? നിങ്ങളും അനുദപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൽ നിന്ന് അകന്നുപോയവൻ തിരിച്ചു വരണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചാരം പൂശുന്ന അവസരത്തിൽ 3 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് കത്തോലിക്കാ സഭയിൽ. ഈ ചാരം പൂശിൽ ഈ നോമ്പ് കാലം നിങ്ങൾക്ക് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും നയിക്കുമാറാകട്ടെ. ഈ കൺവെൻഷൻ്റെ ലക്ഷ്യം അതുതന്നെയല്ലേ? വചനം കേൾക്കുന്നവൻ ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തിൽ നിന്ന് അകന്നവൻ മനസ്സ് തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിച്ചു വന്ന് ജീവിത നവീകരണത്തിലാണ്. അതുകൊണ്ട് പാപബോധവും പശ്ചാത്താപവും പ്രായശ്ചിത്തവും പരിഹാരവും ഒക്കെ പുതിയ മനുഷ്യനാകുന്നതിന് ആവശ്യമാണ്. അതാണ് വചന കൺവെൻഷൻ, ഈ മാരാമൺ കൺവെൻഷൻ്റെ ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 40 ദിവസത്തെ യേശു 40 ദിവസം ഉപവസിക്കാൻ പോയതിനെക്കുറിച്ച് മത്തായി സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ചിലപ്പോഴൊക്കെ ബൈബിളിൽ യേശു എന്താ ഇങ്ങനെ എഴുതി വെച്ചിരിക്കണേന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു. ആ വാക്ക് ഇതാണ്, മത്തായി 4:1. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ശരിക്കും ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ട്. മത്തായി 4:1 പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ മരുഭൂമിയിലേക്ക് ആത്മാവ് യേശുവിനെ നയിച്ചു. വൈരുദ്ധ്യം അതിലില്ലേ? മാമോദിസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് വന്ന് പരിശുദ്ധാത്മാവിടപ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങിവെന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു പിതാവ് പറഞ്ഞ് അങ്ങ് കഴിഞ്ഞ് പുറത്തേക്ക് യോർദാൻ നദിയിൽ നിന്ന് പുറത്ത് കടന്ന് മരുഭൂമിയിലേക്ക് യേശുവിനെ നയിച്ചെങ്ങനെ? ആത്മാവ് നയിച്ചു. നല്ലതാണ്. 40 ദിവസം തൻ്റെ പരസ്യ ജീവിതത്തിന് പ്രവർത്തനം ഒരുക്കമായിട്ട് ആത്മാവ് നയിച്ചു. പക്ഷേ എന്തിനാ പരീക്ഷിക്കപ്പെടാൻ? ആരാൽ പരീക്ഷിക്കപ്പെടാൻ? പിശാചിനാൽ. അത് ശരിക്കും ദൈവസ്നേഹമാണോ? വൈരുദ്ധ്യമല്ലേ? വിശ്വാസത്തിന് പ്രശ്നമില്ലേ?
ഈ പിശാജ് എന്നുള്ള വാക്കിന് നിങ്ങൾക്കറിയാം, ഗ്രീക്കിൽ പല വാക്ക്, ദിയാബോളോസ്, പെയ്സ്തയോൺ, പിന്നെ സാത്തന, 3 വാക്കുകളൊക്കെ ഉണ്ട് അതിൽ ഉപയോഗിക്കും. എന്തു വന്നാലും ശത്രു, പരീക്ഷിക്കുന്നവൻ, ദൈവത്തിനെതിരെ നിൽക്കാൻ പറയുന്നവൻ, കലഹിപ്പിക്കുന്നവൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ പിശാജ് എന്ന് പറഞ്ഞാൽ കലഹിപ്പിക്കുന്നവൻ. എല്ലാവരും കൂടി ഇങ്ങനെയുള്ളവൻ കൊണ്ടുപോയത് എന്താ? പരീക്ഷിക്കാനാ. പരീക്ഷകൾ മനുഷ്യ ജീവിതത്തിന് ആവശ്യമാണ്. വീഴാതെ നടക്കാനാവില്ല, കുരിശില്ലാതെ കിരീടമില്ല. യേശു പറഞ്ഞു, മത്തായി 16:24 പറഞ്ഞ എന്താ? എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. കുരിശില്ലാതെ രക്ഷയില്ല, കുരിശിന് നോക്കാതെ രക്ഷ കിട്ടില്ല. അതുകൊണ്ട് രക്ഷയുടെ അടയാളം യേശു സ്നേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രതീകമായി മാറ്റിയ കുരിശാണ്. അതുകൊണ്ട് ഈ അനുതാപം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദാഹരണമാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ കാണുന്ന. അവിടെ കാണാതായി നാണയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, കാണാതായിട്ട് ആടിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാണാതായി പുത്രനെക്കുറിച്ചാണ്, ധൂർത്തപുത്രനെക്കുറിച്ചാണ്. അതിൽ എനിക്ക് ഈ കൺവെൻഷൻ്റെ അവസാനത്തിൽ എൻ്റെ സമയം ഏകദേശം അവസാനിക്കാറായി പറഞ്ഞത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുന്നത്, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ലൂക്കായുടെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണമെന്നാണ്. ലൂക്ക 15:17 നിങ്ങൾക്ക് എല്ലാവർക്കും. അതാ ധൂർത്തപുത്രനുണ്ടായ ഒരു മനോഭാവം. ലൂക്ക 15:17 അതെന്താണ് നിങ്ങൾക്കറിയാം. അപ്പോൾ അവന് എന്തുണ്ടായി? ഈ കൺവെൻഷൻ്റെ ലക്ഷ്യം സുബോധമുണ്ടാകണം. എന്താണ് സുബോധം? ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? നീ എവിടെ ആയിരിക്കണം? നീ ആരായിരിക്കണം? നീ എന്ത് ചെയ്യണം? നീ എങ്ങോട്ട് പോകണം? നിന്റെ ജീവിത ലക്ഷ്യം എന്ത് എന്ന് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയലാണ് സുബോധം. പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടവൻ പുത്രനായിരിക്കേണ്ടവൻ പുത്രത്വം ഉപേക്ഷിച്ച് സ്വന്തം വഴിക്ക് പോയി വേശ്യകളോട് തെറ്റ് ചെയ്ത് ഇപ്പോൾ പന്നികളുടെ തവിടെങ്കിലും തിന്നാൻ ആഗ്രഹിച്ച അവസരത്തിൽ സുബോധമുണ്ടായി. ഞാൻ ആയിരിക്കേണ്ട സ്ഥലത്തല്ല, തിരിച്ചുപോയി. അതാണ് അനുതാപം, അതാണ് മാനസാന്തരം. മനസ്സിന് അന്തരം വന്നു. അപ്പോൾ ജീവിത നവീകരണം ഒരു തിരിച്ചു പോക്കായി. അങ്ങനെയാണെങ്കിൽ ഈ അവസരത്തിൽ അനുതാപം കഴിഞ്ഞാൽ നമുക്കുണ്ടാകേണ്ടത് അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കലാണ്. ദൈവരാജ്യം വേണമെങ്കിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1, ലൂക്ക 1:26 കേട്ടതുപോലെ വചനം കേൾക്കണം. ഈ മാരാമൺ കൺവെൻഷൻ്റെ ലക്ഷ്യം ദൈവവചനം കേൾക്കലാണ്, ശ്രവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കലാണ്. 2ാമത്തെ ലക്ഷ്യം ശ്രവിച്ചു കഴിഞ്ഞാൽ ഒരു ചെവിക്കോടെ കേട്ട് മറ്റേ ചെവിക്കോടെ വിടലല്ല. 2 ചെവിക്കോടും കേട്ട് അത് തലയിൽ ചെന്ന് ബുദ്ധിയിൽ ചെന്ന് അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ഹൃദയത്തിൽ വന്ന് അത് ബുദ്ധിയിലും മനസ്സിലും ഹൃദയത്തിലുമെല്ലാം ആഴ്ന്നിറങ്ങി നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. അതിന് വേണ്ടത് ലൂക്ക 1:38 വചനം സ്വീകരിക്കണം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി കേട്ടാൽ ആ കേട്ട വചനം സ്വീകരിച്ചില്ലെങ്കിൽ ഈ കൺവെൻഷൻ കൊണ്ട് ഉദാഹരണമില്ല, വന്നിരുന്നുകൊണ്ട് ഉപകാരമില്ല. സ്വീകരിക്കണം. സ്വീകരിച്ചു കഴിഞ്ഞാൽ 3ാമത്തെ ഭാഗം സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിൻ്റെ 3ാമത്തെ തലം സ്വീകരിച്ച വചനത്തിന് മാംസം കൊടുക്കണം. ലൂക്ക 1:35 പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമായി ഗബ്രിയേൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതുകൊണ്ട് വചനത്തിന് മാംസം കൊടുക്കുന്ന യോഹന്നാൻ 1:14 വായിക്കുന്ന പോലെ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിക്കുന്നത് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4:4 വായിക്കുന്ന പോലെ കാലസമ്പൂർണത വന്നപ്പോൾ വചനം മറിയത്തിൽ സ്ത്രീയിൽ നിന്ന് ജാതനാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ. അപ്പോൾ 3ാമത്തെ ഭാഗം വചനം ശ്രവിച്ച് സ്വീകരിച്ച് ജീവിതത്തിൽ സംവഹിക്കണം, സാക്ഷ്യപ്പെടുക്കണം, കൊണ്ടു നടക്കണം. യേശുവിനെ മറിയം കൊണ്ടു നടന്നതുപോലെ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് 39 വാക്യങ്ങളിൽ മറിയം എന്താ പറയുക തിടുക്കത്തിൽ പോയ കാര്യമുണ്ട് ഐൻകരിമിലേക്ക്. യേശു വന്നാൽ പിന്നെ ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. ഈ വചനം ലോകത്തിൻ്റെ അതിർത്തികൾ വരെയുള്ള ഈ മനുഷ്യര് മാരാമൺ കൺവെൻഷനിലെ വചനം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. ഈ കിട്ടിയ വചനവുമായി നടക്കണം, സാക്ഷ്യപ്പെടുത്തണം.
അപ്പോസ്തല പ്രവർത്തനം 1:8 വായിക്കുന്ന പോലെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ യേശുവിനെ സാക്ഷ്യപ്പെടുത്തണം. മറിയം യേശുവിനെ ഉദരത്തിലായി കൊണ്ടു നടന്നപ്പോൾ, എലിസബത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആവശ്യങ്ങളിൽ ഞെരുങ്ങുന്നവരെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, ആ എലിസബത്തിന്റെ ഉദരത്തിൽ പ്രജ സന്തോഷത്താൽ കുതിച്ചു ചാടിയപ്പോൾ അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. യേശുവിനെ കൊണ്ട് നടന്നാൽ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു അവർക്കൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കും. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ 4-ാമത്തെ ഭാഗം, മറിയം യേശുവിനെ പ്രസവിച്ചു. നാമം ഈ വചനം പ്രഘോഷിക്കണം, കൊടുക്കണം. യേശു ക്രൈസ്തവർക്ക് ഒരു പുതിയ കൽപ്പന നൽകിയത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണെങ്കിൽ, യേശു നൽകിയ ഏറ്റവും വലിയ ദൗത്യം മത്തായി സുവിശേഷം 28:19-20 കാണുന്ന പോലെ, മാർക്കോസ് 16:15 കാണുന്ന പോലെ, അപ്പോസ്തല പ്രവർത്തനം 1:8 കാണുന്ന പോലെ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സാക്ഷ്യം വഹിക്കുകയും നിങ്ങൾ പോയി ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുകയും, മത്തായി 28:19 വായിക്കുന്ന പോലെ വിശ്വസിക്കുന്നവർക്ക് സ്നാനം നൽകുകയും വേണം. ഇതില്ലാതെ ഒരാളും ക്രിസ്ത്യാനിയാവുന്നില്ല. ഈ ദൗത്യമാണ് എല്ലാ ക്രൈസ്തവരെയും ഒന്നിപ്പിക്കുന്നത്. ഈ വചനം കൊടുക്കാതെ ഞാനും തൈഡോഷ്യസ് തിരുമേനിയും മറ്റു തിരുമേനിമാരും ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരും ഇവിടെയുള്ള എല്ലാ ദൈവജനത്തിലും ഓരംഗവും ക്രിസ്ത്യാനിയാണെങ്കിൽ തൻ്റെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താൽ മാത്രം പോരാ, ആ വചനത്തെ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ഐക്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ കൊടുക്കൽ വേണം. 3 തരത്തിലാണ് ഈ കൊടുക്കൽ ഉണ്ടാകേണ്ടത്, പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ സാഹചര്യത്തിൽ. സുവിശേഷവൽക്കരണം, ആ വാക്ക് ഇവിടെയും നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? സുവിശേഷവൽക്കരണം ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ അടുത്ത കാലത്ത് 3 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്: ഇവഞ്ചലൈസേഷൻ, റീ ഇവഞ്ചലൈസേഷൻ ആൻഡ് ന്യൂ ഇവഞ്ചലൈസേഷൻ. സുവിശേഷവൽക്കരണം, പിന്നെ റീ ഇവഞ്ചലൈസേഷൻ, വീണ്ടും സുവിശേഷവൽക്കരിക്കില്ല, നവസുവിശേഷവൽക്കരണം, ന്യൂ ഇവഞ്ചലൈസേഷൻ. നമ്മൾ യേശുവിനെ അറിയാത്തവർക്ക് കൊടുത്താൽ മാത്രം പോരാ. ബഹുമാനപ്പെട്ട അച്ഛൻ ആമുഖമായിട്ട് നിങ്ങളുടെ മിഷനെ കുറിച്ച് പറഞ്ഞു, അറിയാത്തവർക്കുള്ള സുവിശേഷവൽക്കരണം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. റീഇവഞ്ചലൈസേഷൻ. നമുക്ക് തന്നെയാണ് സുവിശേഷം കൂടുതൽ അറിയേണ്ടത്. യേശുവിനെ അറിയാത്തവരുണ്ട്, യേശുവിനെ ആഴത്തിൽ അറിയാത്തവരാണെന്ന് കൂടി വന്നിരിക്കും. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ക്രിസ്തീയ ജീവിതമില്ലാത്തവർ, ഗാന്ധിജി പറഞ്ഞതുപോലെ, ക്രിസ്തു പഠിപ്പിച്ചതുപോലെ ഈ ക്രിസ്ത്യാനികൾ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ തന്നെ ക്രൈസ്തവമാകുമായിരുന്നു. റീഇവഞ്ചലൈസേഷൻ. 3-ാമതായിട്ട് ആവശ്യമായിരിക്കുന്നത് ന്യൂ ഇവഞ്ചലൈസേഷൻ. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച്, ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിനനുസരിച്ച്, ഈ ഓൺലൈനിൽ കൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഓൺലൈനിൽ കൂടെ തന്നെ യേശുവിനെ കൊടുക്കൽ ന്യൂ ഇവഞ്ചലൈസേഷൻ്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ ഈ ഐക്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്, 1, നമുക്ക് ദൈവത്തിൽ വസിക്കാം. 2, ആത്മാവിനാൽ നയിക്കപ്പെടാം. റോമ 8:14 വായിക്കുന്ന പോലെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കളാവുകയുള്ളൂ. വചനത്തിൽ നിലനിന്നാലാണ് ശിഷ്യരായി തീരുകയുള്ളൂ. യോഹന്നാൻ സുവിശേഷത്തിന്റെ 8-ാമത്തെ അധ്യായം 31-32 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്ന ക്രിസ്ത്യാനികളാകണമെങ്കിൽ വചനത്തിൽ നിലനിൽക്കണം. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യരായി തീരുകയും അതുവഴി സത്യം ഗ്രഹിക്കുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യണം. നമ്മൾ സഭൈക്യത്തിൻ്റെ ഫലമുള്ളതാകണമെങ്കിൽ വചനത്തിൽ നിലനിൽക്കുന്നവരാകണം. അങ്ങനെയാണെങ്കിൽ ഈ കൺവെൻഷനിലൂടെ അടക്കം വീണ്ടും ജനിക്കാൻ, ആത്മാവിനാലും ജലത്താലും വീണ്ടും ജനിക്കാനെന്ന് യോഹന്നാന്റെ സുവിശേഷം 3:8 വായിക്കുന്ന പോലെ വീണ്ടും ജനിക്കാൻ നമുക്ക് സാധിക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ യേശുവാകുന്ന മാർഗത്തിൽ ചരിക്കാനും യേശുവിൽ വസിക്കാനും സാധിക്കണം. രക്ഷയുടെ അടയാളമായി കുരിശിന് നോക്കി രക്ഷയുടെ ഫലങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ആദിമസഭയുടെ മാർഗങ്ങളായ വിശ്വാസം ജീവിക്കുന്നതിൻ്റെ മാർഗങ്ങൾ ആദിമസഭയിലെ 2-ാമത്തെ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാം അധ്യായവാക്യത്തിലെ 4-ാം അധ്യായം 30, 32, 33, 34 വാക്യങ്ങളിലുണ്ട്. അവർ 4 കാര്യങ്ങളിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിൽ, കൂട്ടായ്മയിൽ, അപ്പം മുറിക്കലിൽ,
പ്രാർത്ഥനയിൽ സദാ ജാഗരൂകരായിരുന്നു. അതുപോലെ തന്നെ 4:32, 34 വായിക്കുന്ന പോലെ അവർക്ക് ഒരാത്മാവ് ഒരു ഹൃദയവുമായിരുന്നു. അവർ തങ്ങൾക്കുള്ള പങ്കുവച്ചിരുന്നു. അവരുടെ ഇടയിൽ മുട്ടുപാടുള്ളവർ, ആവശ്യങ്ങളിൽ ഞെരുങ്ങുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിയാകണമെങ്കിൽ മത്തായി 25:40 വായിക്കുന്ന പോലെ ഈ എളിയവരിൽ ഒരുവർ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ ഈ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മനോഭാവം ഉണ്ടാകണം. മത്തായി സുവിശേഷത്തിൽ 18:20 വായിക്കുന്നു, ഇന്ന് ഗായക സംഘം പാടിയതുപോലെ 18:20 വായിക്കുന്ന പോലെ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മുടെ കൂട്ടായ്മയായിരിക്കേണ്ടത്. ഈ സഭയ്ക്കും യേശുവിൻ്റെ പ്രാർത്ഥന പൂർത്തീകരിക്കണമെങ്കിൽ യേശു നൽകുന്ന ദാനങ്ങൾ, സമ്മാനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം. യേശു നൽകിയ സമ്മാനം ഒന്ന് യേശുവിൻ്റെ വചനമാണ്, ആത്മാവും ജീവനുമാകുന്ന ആ വചനം, നിത്യരക്ഷയുടെ അടയാളമായ വചനം, യേശുവിൻ്റെ ഭക്ഷണം, യേശുവിൻ്റെ ശരീരം, യേശുവിൻ്റെ ജലം. യോഹന്നാൻ സുവിശേഷം 4:14 വായിക്കുന്ന പോലെ നിങ്ങൾ എന്നിൽ നിന്ന് കുടിക്കുവിൻ, അത് നിത്യജീവൻ്റെ വചസ്സുകൾ, ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞു. യോഹന്നാൻ 6:35 പറയുന്ന പോലെ ജീവൻ്റെ ജലത്തെക്കുറിച്ച്, ജീവൻ്റെ ആത്മാവിനെക്കുറിച്ച് യോഹന്നാൻ 6:6 51 മുതൽ വാക്യങ്ങൾ പറയുന്ന പോലെ ഞാൻ സ്വർഗത്തിൽ നൽകിയ ജീവൻ്റെ അപ്പം, ഈ യേശുവിൻ്റെ ശരീരം, ഭക്ഷണം, യേശു നൽകുന്ന ഭക്ഷണം സ്വീകരിക്കണം. യോഹന്നാൻ 4:34 പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റലാണ് എൻ്റെ ഭക്ഷണം. ഈ ഭക്ഷണം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം. നേരത്തെ സൂചിപ്പിച്ച പോലെ യേശുവിൻ സമ്മാനമായി നൽകുന്ന അവിടുത്തെ യേശുവിൻ്റെ ആത്മാവിനെ സ്വീകരിക്കണം. യേശുവിൻ്റെ അമ്മയെയും യോഹന്നാൻ സുവിശേഷം 19, 26, 27 കാണുന്ന പോലെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അമ്മയെയും സ്വീകരിക്കാൻ തയ്യാറാകും. അവസാനമായി എനിക്ക് പറയാനുള്ളത് സഭയുടെ ദൗത്യം, സഭൈക്യത്തിൻ്റെ ദൗത്യം തന്നെയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 4:13 ഈ വചന സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എഫേസ്യർ 4:13 അത് ഇപ്രകാരമാണ്: വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. ഈ മാരാമൺ കൺവെൻഷനും തുടരണം, തേഡോഷ്യസ് തിരുമേനി എക്യുമെനിക്കൽ മീറ്റിങ്ങും തുടരണം. ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്: വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നതുവരെ ഈ കൺവെൻഷനും എക്യുമെനിക്കൽ മീറ്റിങ്ങും തുടരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഫിലിപ്പിയ 4:1 ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ സന്ദേശം ഞാൻ നിർത്തട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ സന്തോഷവും കിരീടവുമായ വത്സര സഹോദരരെ, നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ. കർത്താവിൽ ഏക മനസ്സോടെ ആയിരിക്കും. ദൈവത്തിന് സ്തുതി. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി.